ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7. ബിഗ് ബോസ് ഹൗസിൽ ആണുങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരാളാണ് അനുമോള്. ഒരു രീതിയിലും ആളുകളെ സഹിക്കാൻ പറ്റുന്നില്ല. ഒരാളൊഴികെ, അമ്മായി ഷാനവാസ് അമ്മായി ഒഴികെ ബാക്കി എല്ലാവരെയും കണ്ണെടുത്താൽ കാണാൻ വയ്യ. ഇതിൽ പ്രധാനം ആര്യൻ, നെവിൻ, അക്ബർ. ഗതികേടിനാണെങ്കിൽ ബിഗ് ബോസ് ഇവരെ 3 പേരെയും ക്യാപ്റ്റൻ ആക്കുകയും ചെയ്ത് അതും സഹിക്കാൻ പറ്റുന്നില്ല. അവർ ടാസ്കിൽ ജയിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. ഇതിനും പുറമെ ബാക്കിയുള്ളവരെല്ലാവരെയും കുത്തി തിരിച്ചുകൊണ്ട് നടക്കുവാണ്. വെറുതെ ലൈവ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ആദിലയോട് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ആദില ഇവന്മാരോടൊന്നും പ്രതികരിക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതാണിപ്പോൾ അനുമോളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ, ഒന്ന് സമാധാനമായിട്ട് പൊക്കൂടെ? ഈ പകയും വിദ്വേഷമൊക്കെ ഒന്ന് കളഞ്ഞൂടെ? മിക്കവാറും ആ 3 പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കണ സമയത്ത് അവിടെയുള്ള ആണുങ്ങളോടുള്ള ദേഷ്യവും പരാതിയും കുശുമ്പും വെറുപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും ഇവർക്ക് സംസാരിക്കാനില്ല. അവർ ഗെയിമിൽ ജയിച്ചാൽ പ്രശ്നം, അവർ ക്യാപ്റ്റൻ ആയാൽ പ്രശ്നം, അവർ കുക്ക് ചെയ്താൽ പ്രശ്നം, കുക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇവർക്ക് പ്രശ്നങ്ങളാണ്. എന്തിനാണ് ഈ അവസാന ദിവസങ്ങളിൽ ഇത്രയും പകയും വെറുപ്പുമൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അവന്മാരൊക്കെ എത്ര ഭേദമാണെന്ന് മനസ്സിലാവുന്നത്. ഷാനവാസമ്മായി ഉൾപ്പെടെയുള്ളവർ ജയിൽ നോമിനേഷനെ പറ്റിയും അവർക്കിട്ട് ഇപ്പോഴും എങ്ങനെ പണി കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഇവരുടെ ചിന്തകൾ. അകത്തിങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്ത് അതിനേക്കാളും കഷ്ടമാണ് കളികൾ. കഴിഞ്ഞ ദിവസം ടാസ്കിനിടയിൽ ആര്യൻ കൈവിട്ടു എന്ന് പറഞ്ഞ് സാബുമാനെ പൊക്കിപ്പിടിക്കലായിരുന്നു എല്ലാവരുടെയും പണി. എന്നിട്ട് ബിഗ് ബോസ് ഫേവർ ചെയ്തു എന്നുള്ളൊരു പറച്ചിലും. എന്നിട്ട് ഇന്നലത്തെ ടാസ്കിലോ സാബുമാനൊക്കെ ആ ഒരു റൗണ്ട് എങ്ങോട്ടാ തിരിക്കേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാതെ നിർത്തിപ്പോകേണ്ടി വന്നു. എന്നിട്ട് ബിഗ് ബോസ് 2ാമത് അവസരം കൊടുത്തു. എന്നിട്ട് അതൊന്നും ഫേവററ്റിസമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. ഇവർ പറഞ്ഞ കണക്കാണെന്നുണ്ടെങ്കിൽ സാബുമാന് 2ാമത്തെ ചാൻസ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ ഒരു ടാസ്കിൽ തീരുമാനം എടുക്കുന്നത് ബിഗ് ബോസ് ആണ്. ആ ഒരു കോൺവെർസേഷൻ്റെ പുറകെ പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് ചർച്ച ചെയ്യാൻ കുറേ മണ്ടന്മാരും. നിലവിലിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജോടുകൂടി നിൽക്കുന്നത് ആദിലയും നൂറയുമാണ്. വന്ന കാലം മുതൽ അവരൊറ്റയ്ക്കല്ല. ടാസ്കിലായാലും എന്തിലായാലും ഒരാൾ മറ്റൊരാളെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടാവും. ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. ഇതൊന്നും ഇവരുടെ ആരുടെയും കണ്ണിൽ അൺഫെയർ അല്ല. ഇപ്പോൾ അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഫിനാലിൽ നൂറേനെ വിജയിപ്പിക്കണം എന്നുള്ളതാണ്. ആര്യനോ നെവിനോ അക്ബറോ ഒക്കെയാണ് നൂറയെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത. അതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം അലമ്പുണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ ആകെ ഉള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആണ് ഇതിൻ്റെ ജഡ്ജ്, അല്ലെങ്കിൽ മൊത്തം കുട്ടിച്ചോറാക്കിയാൽ ഉറപ്പ്.